അങ്ങനെ ഇരിക്കെ പനിക്കാലം വന്നുവല്ലോ. മഴക്കാലം വന്നില്ലെങ്കിലും പനിക്കാലം വരുമല്ലോ. അത് വന്ന സ്ഥിതിക്ക് പനിക്കാലത്തെ ഭരണം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുകയാണ് പൊളിമിക്സ്. അതിന് എളുപ്പമാണ്. എന്തുകൊണ്ടെന്നാൽ പനി വന്നത് തലസ്ഥാനം വഴിയാണ്. ശ്രീ കെ മുരളീധരൻ സാർ, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ ഈ ഡെങ്കിപ്പനി വളരെ വ്യാപകമായിരിക്കുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയാണ് ജനറൽ ആശുപത്രി. ഇപ്പോൾ 2-3 ദിവസങ്ങളായിട്ട് ജനറൽ ആശുപത്രിയെക്കുറിച്ച് പത്രങ്ങളിൽ വരുന്ന വാർത്ത, അവിടെ 25ഓളം ഡോക്ടർമാർക്ക് തന്നെ ഡെങ്കിപ്പനി ബാധിച്ചു എന്നാണ് പറയും. അപ്പോൾ വരുന്ന രോഗികളെ, സാധാരണ അസുഖം വന്ന് അവിടെ വരുന്ന രോഗികളെയും ഡെങ്കി ഫീവർ വന്ന രോഗികളെയും ഒരുമിച്ച് പാർപ്പിച്ചതിൻ്റെ ഫലമായിട്ട് മറ്റു രോഗികളിലേക്കും ഈ ഡെങ്കിപ്പനി പകരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഞാൻ 1-2 തവണ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഡെങ്കിപ്പനി നിയന്ത്രിക്കാനുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സർക്കാർ ആശുപത്രികൾ, പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിൽ ബഹുമാനപ്പെട്ട മന്ത്രി സ്വീകരിക്കും. എല്ലാം ശരിയാക്കാൻ സാധിച്ചില്ലെങ്കിലും കഴിയുന്നിടത്തോളം ശരിയാക്കാം എന്ന നിലപാടുകാരിയാണല്ലോ ആരോഗ്യമന്ത്രി. സർ, വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട മെമ്പർ പറഞ്ഞത്. നമ്മുടെ ഇത്തവണ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തുടങ്ങി ഡെങ്കി കൊതുകുകളെ, ഈഡിസ് ഈജിപ്തി കൊതുകുകൾ ഒഴിവാക്കാനുള്ള പരിശ്രമം നടത്തി. സർ, ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കലക്ടർമാരെ വിളിച്ചുകൊണ്ടൊരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം അതിൽ പങ്കെടുത്തു. അപ്പോൾ എല്ലായിടത്തും ആരോഗ്യ പ്രവർത്തകരും തദ്ദേശഭരണ സ്ഥാപനങ്ങളും ഒക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ അവർ വിശദീകരിച്ചു. സർ, മിക്കവാറും ഇടത്ത് നന്നായി പ്രവർത്തനം നടന്നിട്ടുണ്ട്. ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം നേരത്തെ തുടങ്ങി എന്ന് പറയുമ്പോൾ തലസ്ഥാനത്തും, അതായത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും അത് തുടങ്ങിക്കാണുമല്ലോ. ജനറൽ ഹോസ്പിറ്റലിൽ ചെറിയൊരു പ്രശ്നം ഈ രീതിയിലുണ്ടായി. അവിടുത്തെ സ്റ്റാഫിനടക്കം ഡെങ്കി വന്നു എന്നുള്ള പ്രശ്നമുണ്ടായി. ഞങ്ങൾ ഉടനെ ഇടപെട്ടിട്ടുണ്ട്. ഒരു നല്ല അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ആശുപത്രിയിൽ വരുന്ന പേഷ്യൻസിന് കഴിയാവുന്നത്ര നെറ്റ് കഴിയാവുന്നത്ര വാങ്ങിക്കൊടുത്തു. പേഷ്യന്റിന്റെ എണ്ണം കൂടിയപ്പോൾ നെറ്റ് കുറഞ്ഞു. അങ്ങനെയാണ് ഈ കൂടി കലർന്നു പോയത് എന്നുള്ളതാണ്. ഏതായാലും എന്നോട് ബഹുമാനപ്പെട്ട മെമ്പർ സൂചിപ്പിച്ചിരുന്നു, നിരവധി തവണ സൂചിപ്പിച്ചിരുന്നു. ഞാൻ അപ്പോഴെല്ലാം ഈ ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി അത് ഗൗരവത്തിലെടുത്തുകൊണ്ട് അവിടെ ഈ പനി വ്യാപിക്കാതിരിക്കാൻ ഇടപെടാം. സർ, സ്ഥലം MLA അതീവ ഗൗരവത്തോടെ നിയമസഭയിൽ ഉന്നയിച്ച കാര്യം ആരോഗ്യമന്ത്രിയും അതേ ഗൗരവത്തിൽ തന്നെ എടുത്തു കേട്ടോ. ഡെങ്കിയുള്ള കുട്ടികളും ഡെങ്കി ഇല്ലാത്ത കുട്ടികൾ ഒരുമിച്ച് കിടക്കുമ്പോൾ ഇവിടെ സ്ഥലം ബാക്കിയുണ്ടെങ്കിൽ ഒരു താൽക്കാലിക സെപ്പറേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ പ്രത്യേകൂടെ നിങ്ങൾക്ക് പറഞ്ഞായിരുന്നോ? എന്ത് ജോലി നിങ്ങൾക്ക്? എന്ത് പഠിച്ചിട്ടാണ്? ഇന്ന് ആരും ചോറ് രാവിലെ പീഡിയാട്രിക് വാർഡില്, പക്ഷെ ചോറ് വേസ്റ്റ് ഇപ്പം കട്ടുന്നില്ല. ഇങ്ങനെ ഫുഡ് വേസ്റ്റ് സെപ്പറേഷൻ ഇല്ലേ? ഇതിനകത്ത് കടലാസും സാധനങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ ഉണ്ടല്ലോ. നമ്മള് സെപ്പറേഷൻ പറയുന്നുണ്ട്. എവിടെ ശോശാമ? ശോശാമയിലേ വന്നിട്ടില്ല. ചോറ് ഇതെല്ലാം ശോശാമ നോക്കേണ്ട കാര്യം. ശോശാമ ഒന്ന് ലൈറ്റ് അടിച്ച് കാണിച്ചു. സെപ്പറേഷനേ ഇല്ലല്ലോ, നമ്മൾ സെഗ്രിഗേഷൻ പറയുന്നത്. നിങ്ങളൊന്നല്ലേ NABH ഉള്ള സ്ഥലങ്ങളൊന്ന് കാണിച്ചില്ല കുട്ടിക്കൊണ്ടായിട്ട്? അവിടെ സെപ്പറേഷൻ അങ്ങനെ NABH ഒന്നും വേണ്ട. പക്ഷെ നൈറ്റ് ഡ്യൂട്ടി പരിശോധിക്കുക, റിപ്പോർട്ട് ചെയ്യാൻ പറ. അസിസ്റ്റന്റേ ഉള്ളൂ മേഡം. എന്തത് നഴ്സിംഗ് അസിസ്റ്റന്റ് എന്താ ചെയ്യാത്തത്? ഗ്രേഡ് 2 ഇല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് ചെയ്യണം നിയമമുള്ളതല്ലേ? ആരുമില്ലേ, നമ്മള് കളയില്ല സിസ്റ്റർ. നഴ്സിംഗ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഇല്ലെങ്കിൽ നഴ്സിംഗ് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ഇവിടെ കഷ്ടിച്ചൊരു 30 സ്റ്റാഫിന്റെ കുറവല്ലേ ഉള്ളത്? ബാക്കിയെല്ലാം ഫില്ലായില്ലേ? അത്രയും ആളുകളെ താൽക്കാലികമായിട്ട് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഫണ്ട് നിങ്ങളെടുത്തില്ലേ? ആരെ ബോധിപ്പിക്കാനാണ് ഈ പറയുന്നത്? കേരളത്തില് എല്ലായിടത്തും 61 സ്റ്റാഫും എല്ലാ ആശുപത്രിയും ചെന്ന് നോക്ക്. കേരളത്തിലെ ആശുപത്രിയിൽ ഇങ്ങനെയാണോ? നിങ്ങൾ എറണാകുളം GH നോക്കും, ഇങ്ങനെയാണോ? കൊല്ലം GH നോക്കും, ഇങ്ങനെയാണോ? ഞാൻ പോയിട്ടുണ്ട് അവിടെയല്ല.
നിങ്ങൾ വിചാരിക്കണ്ട കേരളത്തിലെ മുഴുവൻ ആശുപത്രി ഇങ്ങനെയാന്ന്. ഞാനും വിചാരിച്ചു അതൊക്കെ പോലെ തന്നെയായിരിക്കും നിങ്ങൾ വന്നു. ഈ കുട്ടികൾ ഇത്രയും കുട്ടികളൊന്നും അവിടെ പണിയില്ലാതെ പിന്നെ സ്റ്റുഡൻസ് ഒട്ടും പണിയില്ലാതെ പഠിക്കേണ്ടി വരും. എന്റെ മകളെ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ ഡ്യൂട്ടിയാണ്. അല്ലേ നിങ്ങൾ പോകാൻ പറഞ്ഞതല്ല, ഇവിടെയാണോ എന്റെ ഡ്യൂട്ടി? എത്ര പേർക്ക് ഇവിടെ ഡ്യൂട്ടി നമ്മളെ? അതെ, നിങ്ങളോട് എന്തൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞേക്കുന്നു? വെറുതെ വന്ന് നിൽക്കാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും തന്നില്ല അല്ലേ? ഇവിടെയൊക്കെ ഇങ്ങനെ കഴിഞ്ഞിക്കൊള്ളാം. ഹലോ, ഡ്യൂട്ടി കറക്റ്റ് ടൈം കേട്ടോ. ഇവിടെ ഞങ്ങളിങ്ങനെ ഒരു സർപ്രൈസ് വിസിറ്റ് നടയാക്കുന്ന കാര്യമില്ല. നിങ്ങൾക്ക് ഓരോ ഡ്യൂട്ടി തന്നിട്ടുണ്ട്. ഇനി എന്ന് അതിലൊരു പ്രത്യേക രൂപം കണ്ട ഇപ്പൊ വന്ന് പറഞ്ഞ പോലെ താക്കീതുമായിട്ട് ഞാൻ പോകില്ല. മനസ്സിലായോ? ആരായാലും ഇവിടെ മറ്റതിനേക്കാളും കുറച്ച് ഭേദമാണ് പീഡിയാട്രിക് വാർഡ്. കണ്ടംനേഷൻ ബാക്കിയുണ്ടല്ലോ. പണിയുണ്ടാവില്ല. മനസ്സിലായോ പറയുന്നത്? ഇത് കണ്ടോണ്ട് എങ്ങനെ നിന്നു ഡോക്ടറെ നിങ്ങൾ? അതാണ് അവിടെ കണ്ടത് എന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അനന്തരഫലം. നാളെ മുതൽ കൃത്യമായി ഡ്യൂട്ടിക്ക് ഇട്ടവർ ഹോസ്പിറ്റൽ ക്ലീൻ ചെയ്യണം. ഞങ്ങൾ വീണ്ടും വന്ന് പരിശോധിക്കും. ഞാൻ തന്നെ വരണമെന്നില്ല. ഡയറക്ടറുണ്ട്, അഡീഷണൽ ഡയറക്ടറുണ്ട്, NHMൻ്റെ DPM ഉണ്ട്. ആരെങ്കിലുമായിട്ട് ഇവിടെ വന്നിട്ട് നിരന്തരമായിട്ട് പറയും. ഇങ്ങനെ വിടാനൊന്നും ഭാവിച്ചിട്ടില്ല. കാരണം നഗരത്തിലെ നമ്മുടെ തലസ്ഥാന നഗരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രപരമായിട്ട് തന്നെ പ്രാധാന്യമുള്ള ഒരു ഹോസ്പിറ്റലാണിത്. നിയമസഭയിൽ കേട്ടതും ആശുപത്രിയിൽ കണ്ടതും തമ്മിൽ ചില്ലറ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആരോഗ്യമന്ത്രി അത്ര മോശമല്ല എന്നാണ് MLA-മാരുടെ അഭിപ്രായം. ശ്രീമതി ഗീതാ ഗോപി. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നത്തിൽ ശക്തമായിട്ടുള്ള നിലപാടാണ് സാർ ബഹുമാനപ്പെട്ട മിനിസ്ട്രി സഭയെ ബോധ്യപ്പെട്ടത്. ഏകദേശം 3000-ൽ പരം പോസ്റ്റുകളാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പോസ്റ്റ് ക്രിയേഷൻ നടത്തിയെന്ന് പറഞ്ഞു. സാർ, ഒരു കാര്യം ഞാൻ ബോധ്യപ്പെടുത്തണം. കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വരെ മുഴുവൻ ജനപ്രതിനിധികളുടെയും സാമൂഹ്യ രംഗത്തുള്ള പ്രതിനിധികളെയും ആരോഗ്യ രംഗത്തുള്ള ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ നേതൃത്വത്തിലെടുത്തുകൊണ്ട് ഇത്തരം തീരുമാനങ്ങളും നിലപാടുകളും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുകയാൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് ഈ വരും വർഷം 4 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ആരോഗ്യ രംഗം ശക്തമായി മുന്നോട്ട് പോകാൻ അങ്ങേക്ക് കഴിയുമോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. സർ, ബഹുമാനപ്പെട്ട മെമ്പർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ചെയ്തത്. സർ, ഇത് ജനകീയമായിട്ടാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അതിന് പിന്തുണ നൽകണം എന്നു തന്നെയാണ് പൊളിമിക്സിൻ്റെയും അഭിപ്രായം. എന്തുകൊണ്ടെന്നാൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആരോഗ്യമന്ത്രിയെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല.